ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പെപ്പർ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1/2 കിലോ ചിക്കൻ വെച്ചാണ് ഞാനിവിടെ പെപ്പർ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള മസാലയൊന്ന് റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് നമുക്കൊരു പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കിയെടുക്കാം. വെള്ളം ഒന്ന് ചൂടായി വന്നാൽ ഞാനിതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് 4-5 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കണം. ഇവിടെ ഏകദേശം 4 മിനിറ്റ് ആയിട്ടുണ്ട്. കുരുമുളകെല്ലാം നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇത് തണുത്തതിന് ശേഷം അരച്ചെടുക്കണം. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. കുരുമുളക് ഞാനിവിടെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 15 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ ഞാനൊരു 1/2 ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായി അരച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ പെപ്പർ ചിക്കൻ കറിയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വന്നാൽ ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇവിടെ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 10-12 വെളുത്തുള്ളി ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി നായി വന്നാൽ ഞാനിതിലേക്ക് 3 പച്ചമുളക് കീറിയതും അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ സവാള വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ചിക്കൻ നല്ലപോലെ ഒന്ന് ചൂടായി വന്നാലാണ് നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ചിക്കനിലേക്ക് നേരത്തെ അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ഞാൻ ജാറ് കഴുകിയെടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം. മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ചിക്കൻ ഇവിടെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ചിക്കൻ കുക്കായി വരുന്ന സമയത്ത് ചിക്കനിലെ എണ്ണയെല്ലാം നല്ലപോലെ തെളിഞ്ഞു വന്ന് നല്ലൊരു കളറായി കിട്ടും. ഇവിടെ ഇപ്പോൾ ചിക്കൻ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ ഒരു പെപ്പർ ചിക്കൻ കറിയുടെ ഗ്രേവി മാത്രം മതി നമുക്ക് ചോറും ചപ്പാത്തിയെല്ലാം കഴിക്കാനായിട്ട്. എന്തായാലും ഇതുപോലെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്.
അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക്